ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നേരെ നമ്മൾ പറശ്ശിനിക്കടവിലേക്കോട്ടാണ് പോകുന്നത്. മാസത്തിലൊരിക്കൽ അങ്ങോട്ടേക്ക് പോകാറുണ്ട് പറ്റുമ്പോഴൊക്കെ. അപ്പോൾ നമ്മുടെ പറശ്ശിനിക്കടവിൽ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ കണ്ണൂരുകാരുടെ ദൈവമാണ് മുത്തപ്പൻ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അധികം നമ്മൾ പോകാറ് ഏകദേശം ഉച്ചയൊക്കെ കഴിയും കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ. അപ്പോൾ മൂന്നുട്ടി ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ വിളിച്ച് കളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിസ്മയ പാർക്ക് കേട്ടോ ഇത്, പോകുമ്പോൾ വഴി കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പറശ്ശിനിക്കടവിലേക്ക് എത്താൻ പോവുകയാണ്. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു, വിചാരിച്ച പോലെ ആയിരുന്നില്ല. അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറവുണ്ടായിരിക്കും. അപ്പോൾ ചോറൂണൊക്കെ നടക്കുന്നതല്ലേ, അങ്ങനെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ പറശ്ശിനിക്കടവ്. അപ്പോൾ നമ്മുടെ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലെത്തി ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കയറാൻ പോവാട്ടോ. ഞങ്ങളുടെ മുത്തപ്പൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്ന മുന്നേ നമ്മുടെ ഈ പുഴയില്ലേ, ഇതിൽ കാലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കാലൊക്കെ കഴുകി, നല്ല വെള്ളം ഉണ്ടായിരുന്നു, മഴയുടെ ടൈമാണല്ലോ. മഴയും ചെറിയൊരു പാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കയറി പുറത്തിറങ്ങി അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഉള്ളത് നമ്മുടെ ഊട്ടുപുരയിലേക്ക് പോകലാണ് ലക്ഷ്യം കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടുത്തെ ഫുഡ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി 2 കറി ഉണ്ടാവും. പക്ഷേ ആ 2 കറി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ പ്രാധാന്യം. നല്ല വെള്ളം പോലെയുള്ള കറിയാണ് കേട്ടോ. നല്ല മഞ്ഞക്കറിയും അതുപോലെ തന്നെ ഇഞ്ചിക്കറിയാണ്, പരിപ്പ് കറി കേട്ടോ. ഒന്ന് പരിപ്പ് കറി ഇഞ്ചിക്കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതും കൂടി കഴിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി. ചില സമയത്തൊക്കെ ബോട്ടിലൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇന്ന് മഴയായതുകൊണ്ട് പോകാൻ നിന്നിട്ടില്ല, മോളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ അവിടെ നേരെ മെല്ലെ കുറേ ഐറ്റംസ് ഉണ്ട് കാണാനായിട്ട്. എല്ലാ വർഷവും വർഷമല്ല കേട്ടോ, മാസത്തിൽ എല്ലാ മാസത്തിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങും. ചെറിയ മോൾക്ക് കുട്ടികളുണ്ടെങ്കിൽ പറയണ്ടല്ലോ, അവൾക്ക് എന്തെങ്കിലും കാണണ്ടോ, എന്തെങ്കിലും അവർക്ക് വേണം. എത്ര കിട്ടിയാലും അവർക്ക് എന്തെങ്കിലും ഓരോ ടൈം കാണുമ്പോൾ വേണം. അങ്ങനെ ഇന്നൊരു ബാഗ് ആട്ടോ ടീക്കുട്ടി വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് വിട്ടു. ബൈ.